സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ബോളിവുഡ് താരം സൈഫ് അലി ഖാന് നേരെയുണ്ടായ ആക്രമണം. മുംബൈ ബാന്ദ്രയിലെ വസതിയിൽ അർദ്ധരാത്രിയാണ് അക്രമികൾ സൈഫ് അലി ഖാനെ കത്തികൊണ്ട് പലവട്ടം കുത്തിയത്. കഴുത്തിനും കൈക്കും പരിക്കേറ്റ താരത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രതിയെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് ഈവനിങ് ശ്രീനാഥ്. നമ്മൾ പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കാണാറുണ്ട് ഈ ബോളിവുഡ് താരങ്ങൾ അവരൊരു വശത്ത് അവരുടെ പ്രശസ്തിയും അതൊക്കെ ആസ്വദിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് അവരുടെ സ്വകാര്യ ജീവിതം അത് പലപ്പോഴും നടക്കാറില്ല. അതിലേക്ക് പലരും ആവശ്യമില്ലാതെ നുഴഞ്ഞു കയറുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെയൊക്കെ തന്നെ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ അക്രമികൾ കയറുന്നു, അത് അത്രയും സുരക്ഷയും പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ കയറുന്നു, ഇങ്ങനെ ഒരു അപകടം നടക്കുന്നു. ആദ്യം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആരോഗ്യനിലയെക്കുറിച്ച് അതെങ്ങനെയുണ്ട് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ഒപ്പം ഈ പ്രതിയെക്കുറിച്ചും. സ്മിത, പാപ്പരാസികൾക്ക് പലപ്പോഴും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് കരീന കപൂറും ഒപ്പം തന്നെ സെയ്ഫ് അലി ഖാനും. അവരെവിടെ പോകുമ്പോഴും ഈ ക്യാമറകൾ അവരെ പിന്തുടരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഗുരുതരമായൊരു സംഭവമാണ് വീട്ടിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറുകയും അയാൾ ഈ സെയ്ഫ് അലി ഖാനെ ഈ തരത്തിൽ വല്ലാതെ ആക്രമിക്കുകയും ചെയ്തു എന്ന കാര്യം. ഏതായാലും സെയ്ഫ് അലി ഖാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു നീണ്ട ശസ്ത്രക്രിയ അദ്ദേഹത്തിന് വേണ്ടി വന്നു. നട്ടലിൻ്റെ ഭാഗത്താണ് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നത്. അവിടെ കത്തിയുടെ ഒരു ഭാഗം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കി. മറ്റ് ചില മുറിവുകളിൽ പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള ശസ്ത്രക്രിയകൾക്ക് തന്നെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഏറെ നേരം അദ്ദേഹത്തിന് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ തുടരേണ്ടി വന്നത്. ഇപ്പോൾ ICUവിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. 2 ദിവസം ഏതായാലും ആശുപത്രിയിൽ തുടരേണ്ടി വരും. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാൻ അയക്കും. ഏതായാലും ഒരു മോഷണമാണ് ഇതിനൊക്കെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിട്ടുള്ളത്. ഈ അക്രമി എങ്ങനെ ഈ കെട്ടിടത്തിനകത്തേക്ക് എത്തി എന്ന കാര്യത്തിൽ വലിയ ദുരൂഹതയൊക്കെ ഉണ്ട്. കാരണം വലിയ മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഗാർഡുണ്ട്, ബയോമെട്രിക് പഞ്ചിങ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഗേറ്റിൽ അടക്കമുണ്ട്. അങ്ങനെ അത്തരം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മറികടന്ന് എത്തുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത് ഈ ഫയർ എക്സിറ്റ് പുറത്തുകൂടിയുള്ള സ്റ്റെയർ കേസ് വഴിയാണ് ഈ അക്രമി അകത്തേക്ക് വന്നിട്ടുള്ളത് എന്നതാണ്. പിന്നീട് ഏറെ മണിക്കൂറുകൾ വീടിനകത്ത് ഇയാൾ ഒളിച്ചിരുന്നു. ഏതാണ്ട് 2-2:30 സമയമായപ്പോൾ ഇയാൾ പുറത്തിറങ്ങി മോഷണത്തിന് ശ്രമിച്ചു. ഇത് വീട്ടുജോലിക്കാർ കണ്ടു, അവർ ബഹളം വെച്ചു. അങ്ങനെയാണ് സെയ്ഫ് അലി ഖാൻ കൂടി ബഹളം കേട്ട് അങ്ങോട്ട് എത്തുന്നത്. വീട്ടുജോലിക്കാർക്കും പരിക്കുണ്ട്, കൈക്ക് ചെറിയ പരിക്കുണ്ട്. അതിനുശേഷം ഇയാൾ ഇതേ സ്റ്റെയർ കേസ് വഴി തന്നെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ 6ാമത്തെ നിലയിൽ നിന്നുള്ള ഒരു CCTV ദൃശ്യം, ഈ പ്രതിയുടെ ദൃശ്യം പോലീസിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് പ്രതി ആരാണെന്ന് തിരിച്ചറിയിച്ചിട്ടുണ്ട്. അയാളെ പിടികൂടാനുള്ള ശ്രമം പോലീസ് 10 സംഘങ്ങളായി തിരിഞ്ഞ് നടത്തുന്നുമുണ്ട്. ഇന്ന് രാവിലെ വിരലടയാള വിദഗ്ധരടക്കമുള്ള വലിയ സംവിധാനം, പോലീസ് സംവിധാനം നിറയെ ഈ ബിൽഡിങ്ങിൽ ആകെ തന്നെ ഉണ്ടായിരുന്നു. 3 ജോലിക്കാരെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഏറെ മണിക്കൂറുകൾ അവരെ ചോദ്യം ചെയ്തു. കാരണം ഉള്ളിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ തുടക്കത്തിൽ പോലീസിന് ഉണ്ടായിരുന്നു. എന്നാൽ അവരെ പിന്നീട് വിട്ടയച്ചു. വീട്ടുജോലിക്കാർ ഇപ്പോൾ തിരികെ ബാന്ദ്രയിലെ ഫ്ളാറ്റിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആരോഗ്യനിലയിൽ വലിയ ഭേദമുണ്ട്. അദ്ദേഹം സാധാരണ നിലയിലേക്ക് വളരെ വേഗം മടങ്ങി വരുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇതിലിപ്പോൾ എങ്ങനെയാണ് ഇത്രയധികം ഒരുപക്ഷെ സുരക്ഷയൊക്കെ ഉള്ള ഒരു ഇടം തന്നെ ആയിരിക്കുമല്ലോ, എങ്ങനെ ഇതിനകത്തേക്ക് കയറിപ്പറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിലെ ദുരൂഹത മാറിയോ? വീട്ടിനുള്ളിൽ നിന്ന് തന്നെ സഹായം കിട്ടിയോ എന്ന് സംശയം. പക്ഷേ അത് മാറിയെന്ന് ശ്രീനാഥ് പറയുമ്പോഴും അതിലൊരു ദുരൂഹത അവശേഷിക്കുന്നുള്ളത് പോലെ തോന്നുന്നു. ശ്രീനാഥ്, തീർച്ചയായും അങ്ങനെ ഒരു ദുരൂഹത അനുജ ആ കാര്യത്തിലുണ്ട്. കാരണം നമ്മൾ ഈ സ്ഥലത്ത് നേരിട്ട് പോയതാണ്. ഇതൊരു ചില്ലറക്കാർ താമസിക്കുന്ന ഒരു ഏരിയ അല്ല. പ്രധാനപ്പെട്ട പല സെലിബ്രിറ്റികളും, സച്ചിൻ ടെണ്ടുൽക്കറുടെ വീട് അടുത്തുണ്ട്, പല സിനിമാ താരങ്ങളുടെയും വീടുണ്ട്, ദേശ്മുഖിൻ്റെയൊക്കെ വീട് വളരെ അടുത്താണ്. അധികം ദൂരമില്ല സൽമാൻ ഖാൻ്റെ വസതി. അവിടെ പോലീസ് സുരക്ഷ നിരന്തരമുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ പോലീസിൻ്റെ കണ്ണ് എപ്പോഴുമുള്ള നിരവധി CCTVയിൽ, മുക്കിലും മൂലയിലും CCTV ഒക്കെയുള്ള സുരക്ഷാ ജീവനക്കാർ എപ്പോഴും ബിൽഡിങ്ങിലുള്ള അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ തരത്തിൽ ഒരാൾക്ക് അതിക്രമിച്ച് കയറാൻ കഴിഞ്ഞു എന്നത്. മാത്രമല്ല അയാൾ അവിടെ അതിനുള്ളിൽ ഒളിച്ചിരുന്നു. തക്കം കിട്ടിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി മോഷണത്തിന് ശ്രമിച്ചു. അത് കണ്ടുപിടിക്കപ്പെട്ടു. അവിടെ നിന്ന് ഈ വീട്ടിലുണ്ടായിരുന്നവരെ ആക്രമിച്ച് അയാൾ പുറത്തിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതൊക്കെ എങ്ങനെയാണ് എളുപ്പം സാധ്യമാവുന്നത് എന്നൊരു ചോദ്യം അവിടെ അതേപടി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്ന് തുടക്കത്തിൽ പോലീസ് സംശയിച്ചിരുന്നു. അങ്ങനെയാണ് വീട്ടുജോലിക്കാരെയൊക്കെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഏറെ മണിക്കൂറുകൾ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. പിന്നീട് അവരെ വിട്ട് അയച്ചിട്ടുണ്ട്. ഈ സംശയം പോലീസിന് പൂർണ്ണമായി മാറിയോ എന്ന കാര്യത്തിൽ
കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ അവരുടെ അറസ്റ്റോ മറ്റോ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് അത്തരം സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മോഷണമായിരുന്നു പ്രതിയുടെ മോട്ടീവ് എന്ന കാര്യത്തിൽ മാത്രം പോലീസിന് ഇപ്പോൾ മോഷണമായിരുന്നു മോട്ടീവ്. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ 10 സംഘങ്ങളായി ചേർന്നുള്ള തെരച്ചിൽ. അദ്ദേഹം സുഖം പ്രാപിക്കുകയാണ് വളരെ വേഗം തന്നെ എന്നുള്ളത് ആശ്വാസകരമാണ്. 2 ദിവസത്തിന് ശേഷം ആശുപത്രി വിടാൻ കഴിയുമെന്ന തരത്തിലേക്കാണ്. 6 മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടൊക്കെയാണ്. ഏതായാലും അദ്ദേഹം സുഖം പ്രാപിക്കുന്നു എന്നുള്ള വാർത്ത ആശ്വാസകരം തന്നെയാണ്.